ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബൈനാൻസ് ലാബ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയായ ബൈനാൻസിൻ്റെ ഫണ്ടിങ് വിഭാഗമായ ഫൈനാൻസ് ലാബ് ഫണ്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. നമ്മളെ ഡോഗ്സിൻ്റെ അതേപോലെ തന്നെ ഉള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ എല്ലാവരും പരമാവധി ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കാൻ പോകുന്നത് രണ്ട് പ്രൊജക്റ്റിൻ്റെയാണ്. മേജർ എന്ന് പറയുന്ന പ്രൊജക്റ്റും സൈഡ് കിക്ക് എന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട ലിങ്കിൽ കയറുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇത് സൈഡ് കിക്കിൻ്റെയാണ്. സ്റ്റാർട്ട് കൊടുക്കുക. നമ്മളെ അക്കൗണ്ട് ID ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, 6427 കണ്ടോ. ഇത് ക്ലോസ് ആയാൽ പിന്നെ ഓപ്പൺ ആകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുക്കുക. ആവശ്യം കണ്ടോ, ഇവിടെ താഴത്ത് ID കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആക്കുന്ന നോക്കി വെച്ചാൽ വാട്ട് ഫിനാൻസ് ജോയിൻ ചെയ്തിട്ട് ലെറ്റ്സ് മേക്ക് 10,000 കോയിന് ഓക്കെ ക്ലെയിം ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഇത് ഹോമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വരുന്നത്. അത് ഇപ്പോൾ ആക്റ്റീവ് അല്ല, ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ ഫോളോ ഒക്കെ കണ്ടോ, അതൊക്കെ കൊടുത്ത് ആ ടൈമിലൊക്കെ പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ ഡോഗ്സിൻ്റെയും നോട്ട് കോയിൻ്റെ ഒക്കെ അതേപോലൊരു പ്രൊജക്റ്റാണ്. ഓവർ വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ കൂടുതൽ ഏണിങ് എന്ന് പറയുന്നത് ടാസ്കുകൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡെയിലി വന്നിട്ട് ടാപ്പ് ചെയ്യലോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പോയിൻ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്ത് കാണുന്ന ഇവിടെ ഒരു റിവാർഡ് എന്നുണ്ടോ, ആ റിവാർഡിൽ നോക്കുക. ഇവിടെ താഴത്ത് കുറച്ച് ടാസ്കുകളുണ്ടാവും. 5 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ 1,00,000 പോയിൻ്റ് കിട്ടുന്നുണ്ട്. അക്കൗണ്ട് ഏജൻറ്റാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള 10,000. പിന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ 6,500 പോയിൻറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ച് കൂടുതൽ പോയിൻറ്റുകൾ ഏൺ ചെയ്യുക. ഓക്കെ, പിന്നെ ടാസ്കുകൾ എന്നുള്ളത് ടാസ്കുമ്പോൾ പ്രസ് ചെയ്താൽ പിന്നെ ഈ കാണുന്നതാണ്. ഈ ഒരു 4 ടാസ്ക്കാണുള്ളത്. അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള ടാസ്കുകളാണിത് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ കൊടുക്കുക, അത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, അത് ഓൾറെഡി ജോയിൻ ആണ്. പിന്നെ ഇത് ആണ്. പോവുക, ജോയിൻ ചെയ്യുക. ഞാൻ ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. എല്ലാ പോസ്റ്റിനൊക്കെ കമൻറ്റ് കൊടുക്കുക. കാരണം ഇത് ബൈനാൻസ് ലാബ് ഫണ്ട് ചെയ്ത പ്രൊജക്റ്റാണ്. കണ്ടോ, ബൈനാൻസ് ലാബ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ചാണ്. അതിൻ്റെ ഫണ്ടിങ് വിഭാഗമാണ് ഇത്. അപ്പോൾ അവർ ഫണ്ട് ചെയ്താണ്. പിന്നെ സൊലാന ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മറുവശം എന്നുള്ളത്. ഓക്കെ, അതൊന്ന് ക്ലോസ് ആയി പോയതായിരുന്നു. അപ്പോൾ രണ്ട് ടാസ്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റി. ഓക്കെ, 10,000 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 15,500 ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചെക്ക് യുവർ സിഗ്നേം ഹോം പേജ് എന്നുള്ളതാണ് വരുന്നത്. അത് ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റീട്വീറ്റ് ക്യാമ്പയിനാണ്, അതും കൂടെ ചെയ്താൽ നമുക്കൊരു ആ ഒരു പോയിൻറ്റും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി വന്നപ്പോഴും ആ ഒരു പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് റിവാർഡിന് ഒന്നും കൂടെ നോക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ 16,500 പോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ടാസ്കുകൾ വരുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ ഇതിൽ വർക്ക് കാര്യങ്ങളും ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഭാവിയിൽ വരിക എന്താണെന്നുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, കമ്മിങ് സൂൺ ആണ്. താഴത്ത് എഴുതി കാണിച്ചിട്ടുണ്ട് അവർ, കമ്മിങ് സൂൺ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിലെന്തെങ്കിലും ടാസ്കുകൾ വരുമോ എന്നുള്ളത് അപ്പോഴേ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പരമാവധി എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് മറ്റേ ഡോഗ്സിൽ കിട്ടിയ പോലുള്ള പോയിന്റുകൾ തന്നെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് യൂസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡോഗ്സ് പലരും ചെയ്തായിരുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് പോയിന്റ് കിട്ടിയത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മേജർ എന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഡോഗ്സിൻ്റെ സൈഡ് കിക്കിൻ്റെയൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതും ടെലഗ്രാമിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി ഇതും നന്നായിട്ട് ചെയ്യുക. കാരണം ഇതാണ് നെക്സ്റ്റ് ലോഞ്ച് ആവുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് അടുത്ത മാസം തന്നെ ലോഞ്ചിങ് ഉണ്ടാവും. പരമാവധി ആൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ആ ലിങ്ക് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം സാധാരണ വരുന്ന പോലെ തന്നെ അതിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വരിക. അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കിയാൽ, അതായത് ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം ജോയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ
നമുക്ക് ഫസ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ അതിന് കിട്ടുന്ന ബോണസാണിത്. അപ്പോൾ അത് നമ്മൾ ക്ലെയിം ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നമുക്ക് ഇതിൽ ഏൺ എന്നുള്ളൊരു ഭാഗം എടുത്താൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും കേട്ടോ, കൂടുതൽ പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇതിൻ്റെ ടാസ്ക്കാണ്. ഓക്കെ, പിന്നെ റിവാർഡ് എന്നൊരു ഓപ്ഷനാണ്. ഇതിൽ പോയിൻ്റ് ഏൺ ചെയ്യാനുള്ളതാണ്. ഇതുമ്മ പ്രസ് ചെയ്ത് പിടിക്കുക. ഇതിങ്ങനെ കുറേ നേരം പ്രസ് ചെയ്ത്, അതായത് 1 മിനിറ്റാണ് ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ടത്. അതിൻ്റെ ടൈം താഴത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്താൽ ടാപ്പ് ചെയ്താൽ കിട്ടില്ല, പ്രസ് ചെയ്ത് പിടിക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ 1, 2 എന്നുള്ളത് കാണിക്കുന്നുണ്ട്, 3, 4 അങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത് 1 മിനിറ്റ്. ഓക്കെ, അങ്ങനെ എനിക്ക് 1 മിനിറ്റ് പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ 269 പോയിൻ്റ് കിട്ടി. അത് ക്ലെയിം ചെയ്യാം. ഇങ്ങനെ ഡെയിലി ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് സ്പിന്നാണ്. സ്പിൻ ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം എന്നുള്ളത് നോക്കാം. ഭാഗ്യം പോലെയൊക്കെ ഉണ്ടാവും. അതൊരു 500 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. അത് എത്ര 500 കൊടുത്താൽ നെക്സ്റ്റ് സ്പിന്ന് 8 മണിക്കൂർ, ഇൻവൈറ്റ് 5 ഫ്രണ്ട്സ്, എ സ്പിൻ ആൻഡ് സ്പിൻ ബോണസ് വീൽ ആൻഡ് മോർ റിവാർഡ്. അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സ്പിന്നിങ് കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് ടോപ്പ് ലീഡേഴ്സും കാര്യം, അവർ കൂടുതൽ പോയിൻ്റ് കിട്ടിയവരാണ്. ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇൻവൈറ്റ് ആണ്. പിന്നെ പ്രൊഫൈൽ. ഓക്കെ, എൻ്റെ ബാലൻസാണ് 71,000 സംതിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷൻ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഓപ്പൺ ആവുന്നില്ല. അത് പിന്നൊരു ടൈമിൽ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇതിൽ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫോളോ ദ മേജർ ഇൻ ടെലഗ്രാം. അവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതാണ്. അത് ചെയ്താൽ താഴത്ത് സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ താഴത്ത് വന്നിട്ട് ചെക്ക് സബ്സ്ക്രിപ്ഷൻ നോക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഷെയർ ഇൻ ടെലഗ്രാം സ്റ്റോറി, അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മളെ സ്റ്റോറീസിൽ അവരത് വെക്കണം എന്നുള്ളതാണ്. അതും ചെയ്തതിന് ശേഷം കൊടുത്താൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ പ്രൊമോട്ട് ടോക്ക് ബ്ലോക്ക് ചെയിൻ എന്നുള്ളതാണ്. അതിൽ ട്രാൻസാക്ഷൻ വേണം. അത് ചെയ്യണമെന്നില്ല. നിങ്ങളിൽ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള കാശുണ്ടെങ്കിൽ ചെയ്യാം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ളതൊക്കെയാണ് ഡൊണേറ്റ്, ഫ്രീ റേറ്റിംഗ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ടെലഗ്രാമിൻ്റെ പ്രീമിയം ഒക്കെ എടുത്ത സ്റ്റാറൊക്കെ മേടിക്കണം. അതൊന്നും വേണ്ട. ഓക്കെ, പിന്നെ സ്റ്റാറ്റസ് പർച്ചേസ്, അത് നമുക്ക് കാശ് ചിലവുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ബൈനാൻസ് ടോൺ ട്രാൻസാക്ഷൻ ലിസ്റ്റ്, ഇതാണ്. അത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ളതാണ്. അതൊക്കെ കാശ് പോണ പരിപാടികളാണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇത് എന്നും ചെയ്യുക, സ്പിൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ 1 മിനിറ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ 2 ഓപ്ഷനാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ വേറൊരു അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം.